സംസ്ഥാനത്ത് വെള്ളക്കെട്ടിലും പുഴയിലും കുളത്തിലും വീണ് സംഭവിക്കുന്ന മരണങ്ങൾ അടിയന്തരമായി സംസ്ഥാന ദുരന്ത പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. അപകടത്തിൽപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ 10,451 പേർ ഇത്തരത്തിൽ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടിട്ടുണ്ടെന്നും ഒരു വർഷത്തിൽ ശരാശരി 1,500 മുതൽ 2,000 വരെ ആളുകൾ മരണപ്പെടുന്നുണ്ടെന്നുമാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കുടുംബനാഥന്മാർ മരണപ്പെടുന്നതോടെ പല കുടുംബങ്ങളും അനാഥമാകുന്ന അവസ്ഥയാണുള്ളത്. വന്യമൃഗ ആക്രമണങ്ങളിൽ മരണപ്പെടുന്നവർക്ക് 10 ലക്ഷം രൂപ വരെ സർക്കാർ ധനസഹായം നൽകുമ്പോൾ വെള്ളത്തിൽ വീണുള്ള മരണങ്ങളെ ദുരന്ത പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിനാൽ നിലവിൽ യാതൊരു സഹായവും ലഭിക്കുന്നില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷന് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല നൽകിയ പരാതിയിൽ പറയുന്നു. ഉത്തർപ്രദേശ്, മേഘാലയ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ള മരണങ്ങളെ സംസ്ഥാന ദുരന്തങ്ങളുടെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ ധനസഹായം നൽകുന്നുണ്ടെന്നും ഈ വിഷയത്തിൽ റവന്യൂ വകുപ്പ് ഇതുവരെ റിപ്പോർട്ട് നൽകാതിരുന്നതിനെ കമ്മീഷൻ രൂക്ഷമായി വിമർശിച്ചു. ഇതിനായി പ്രത്യേക നിയമനിർമ്മാണം ആവശ്യമില്ലെന്നും ദുരന്ത നിവാരണ നിയമത്തിന്റെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയാൽ മാത്രം മതിയെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. ഹർജിക്കാരിൽ നിന്നും നിവേദനം ലഭിച്ച് 3 മാസത്തിനകം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി മേൽനടപടികൾ പൂർത്തിയാക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട്. ജനം, കൊച്ചി.